പതറാത്ത വിശ്വാസത്തിന് നാവായി മാറിയ അന്തോനീസേ. മനോഹരമായ നെൽപ്പാടങ്ങളും സമൃദ്ധമായ ജലസ്രോതസ്സുകളും വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു ഗ്രാമപ്രദേശം. പ്രതികൂലമായ കാലാവസ്ഥകളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ദൈവാശ്രയ ബോധത്തിൽ അടിയുറച്ച് കാർഷിക വൃത്തിയിൽ ഉപജീവന മാർഗം കണ്ടെത്തിയ ഈ ജനത തങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ അടയാളമായി, നിശ്ചയദാർഢ്യത്തിന്റെ സൂചകമായി, ഒരുമയുടെ പ്രതീകമായി നിർമ്മിച്ച ക്രൈസ്തവ ദേവാലയ നിർമ്മാണത്തിന്റെ ചരിത്രനാൾ വഴികളിലേക്ക്. പകർച്ചവ്യാധിയുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും വന്യജീവി ആക്രമണ ഭീതിയുടെയും നടുവിൽ രക്ഷകനായ ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ച് പരസ്നേഹത്തിലും പങ്കുവയ്ക്കലിലും ആദിമ ക്രൈസ്തവ സമൂഹത്തെ അനുകരിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ച കോട്ടയം ജില്ലയിലെ മറ്റക്കര പ്രദേശത്തുള്ള കഠിനാധ്വാനികളായ കർഷകരുടെ മനസ്സിൽ തങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിക്കും വിശ്വാസ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും ആത്മീയ ആവശ്യങ്ങളുടെ നിർവഹണത്തിനുമായി ഒരു പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള ആഗ്രഹമുണ്ടാകുന്നു. മറ്റക്കര, ചേർപ്പുങ്കൽ, പുന്നത്തറ, അയർക്കുന്നം എന്നീ ഇടവകകളിലായി ചിതറിക്കിടന്നിരുന്ന ഈ ജനത ദേവാലയ രൂപീകരണത്തിനായി ഇടവക അംഗം കൂടിയായ ബഹുമാനപ്പെട്ട കൂർക്കമറ്റത്തിൽ മത്തായി അച്ഛന്റെ നേതൃത്വത്തിൽ ഒത്തുചേരുകയും 1920 ജൂലൈ 19 അഭിവന്ദ്യ ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്ത മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിന് ദൈവാലയ നിർമ്മാണത്തിന്റെ അനുമതിക്കായി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. നിവേദക സംഘത്തിന്റെ ഇച്ഛാശക്തിയുടെയും കഠിനാധ്വാനത്തിന്റെയും അശ്രാന്ത പരിശ്രമത്തിന്റെയും ഫലമായി ദൈവാലയ നിർമ്മാണത്തിനുള്ള അനുമതി സമയബന്ധിതമായി നേടിയെടുക്കുവാൻ സാധിച്ചു. അക്കാലഘട്ടത്തിൽ റോമിലും ഇറ്റലിയിലെ പാതുവായിലും സന്ദർശനം നടത്തി മടങ്ങിയെത്തിയ അഭിവന്ദ്യ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവ് 1195 ലിസ്ബണിൽ ജനിച്ച് തന്റെ വിശ്വാസ തീക്ഷ്ണത കൊണ്ടും ലളിത ജീവിതശൈലി കൊണ്ടും അനേകായിരങ്ങൾക്ക് ക്രൈസ്തവ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക പകർന്നു നൽകിയ വിശുദ്ധ അന്തോനീസിന്റെ നാമധേയത്തിലുള്ള ഒരു ദേവാലയം തന്റെ രൂപതയിലും ഉണ്ടാവണമെന്ന ആഗ്രഹം നിവേദക സംഘത്തെ അറിയിക്കുന്നു. അഭിവന്ദ്യ പിതാവിന്റെ നിർദ്ദേശാനുസരണം നിർമ്മിക്കപ്പെടുന്ന പുതിയ ദേവാലയം പാതുവ സെന്റ് ആന്റണീസ് ചർച്ച് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. ഫെബ്രുവരി 21 അന്നത്തെ മറ്റക്കര പള്ളി വികാരിയായ പുറക്കരയിൽ തോമസ് കത്തനാർ ആദിപള്ളിയുടെ കല്ലിടിയിൽ കർമ്മം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട കൂർക്കമറ്റത്തിൽ മത്തായി അച്ഛൻ പ്രഥമ വികാരിയായി നിയമിതനാവുകയും ദൈവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇടവക ദൈവജനം ഭവനങ്ങളിൽ ഒത്തുചേർന്ന് പ്രാർത്ഥിച്ച് സംഭാവനകൾ സ്വീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്ത് ഏതാണ്ട് 2 വർഷങ്ങൾ കൊണ്ട് ആദിപള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു. 1945 ഓഗസ്റ്റ് 12 നടന്ന പൊതുയോഗ തീരുമാനപ്രകാരം പള്ളി പുതുക്കി പണിയുന്നതിന് തീരുമാനിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ 1946 ജൂൺ 16 ഔദ്യോഗികമായി ആരംഭിക്കുകയും ചെയ്തു. ഇടവകക്കാരുടെ ആത്മാർത്ഥമായ സഹകരണം മൂലം 1949 ഡിസംബർ 24 പുതിയ ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും അന്നത്തെ ചെമ്പ്ളാവ് പള്ളി വികാരിയായിരുന്ന കലേക്കാട്ടിൽ
തോമസ് അച്ഛൻ ആശീർവാദ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. 1950 പാലാ രൂപതയുടെ രൂപീകരണം മുതൽ ഈ ഇടവകയ്ക്ക് വേണ്ട പ്രോത്സാഹനവും കരുതലും നൽകിയ രൂപതയുടെ പ്രഥമ മെത്രാൻ ഭാഗ്യസ്മരണാർഹനായ മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവിൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾ ഇടവക സമൂഹത്തിൻ്റെ മനസ്സിൽ മായാതെ മങ്ങാതെ അവശേഷിക്കുന്നു. 1924 മുതൽ ഈ ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് LP UP സ്കൂളുകൾ പൂർവികരുടെ ദീർഘവീക്ഷണത്തിൻ്റെയും ഈ ഇടവകയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെയും മകുടോദാഹരണമാണ്. ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷന്റെ സന്യാസ ഭവനം ഈ ഇടവകയുടെ വിശ്വാസ പരിശീലന രംഗത്തും ആധ്യാത്മിക രംഗത്തും നൽകുന്ന സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്ന വിശ്വാസ പരിശീലന കേന്ദ്രം കുട്ടികൾക്ക് ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്നതിനും വർത്തമാന കാലഘട്ടത്തിൻ്റെ ചതിക്കുഴികളിൽ നിന്ന് രക്ഷ നേടുന്നതിനും വേണ്ട അറിവുകൾ പകർന്നു നൽകുന്നു. ക്രൈസ്തവ വിശ്വാസ സംരക്ഷണത്തിനും സാമൂഹിക പുരോഗതിക്കുമായി പ്രവർത്തിക്കുന്ന ഭക്തസംഘടനകൾ ഈ ഇടവകയുടെ മുതൽക്കൂട്ടാണ്. കുടുംബ നവീകരണം മാതാപിതാക്കളിലൂടെ എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന മാതൃവേദി, പിതൃവേദി യൂണിറ്റുകൾ, സീറോ മലബാർ കത്തോലിക്ക സമൂഹത്തിൻ്റെ മൗലിക അവകാശങ്ങൾക്കും പൗരാവകാശങ്ങൾക്കും വേണ്ടി പോരാടുന്ന കാത്തലിക് കോൺഗ്രസ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുഖമായ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി, ലീജിയൺ ഓഫ് മേരി, ഫ്രാൻസിസ്കൻ മൂന്നാം സഭ, ഒരുമയുടെയും പങ്കുവയ്ക്കലിൻ്റെയും പ്രാർത്ഥനയുടെയും വേദിയായ 12 കുടുംബ കൂട്ടായ്മ യൂണിറ്റുകൾ, സീറോ മലബാർ സഭയുടെ യുവജന മുന്നേറ്റം SMYM, പരിവർത്തിത ക്രൈസ്തവ സമൂഹത്തിൻ്റെ ശബ്ദം DCMS, കാർഷിക മുന്നേറ്റ പ്രസ്ഥാനമായ കർഷകദളം, ഈശോയെ സ്നേഹിച്ച് ഈശോയെ അറിഞ്ഞ് ഈശോയെ പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ കുട്ടികളെ സഹായിക്കുന്ന തിരുബാല സഖ്യം, ഏറ്റവും വലിയ അൽമായ പ്രേക്ഷിത സംഘടനയായ ചെറുപുഷ്പ മിഷൻ ലീഗ് എന്നീ ഭക്തസംഘടനകൾ വിശ്വാസയാത്രയിൽ ഈ ഇടവകയ്ക്ക് കരുത്തു പകരുന്ന മാർഗദീപങ്ങളാണ്. 2023 ഏപ്രിൽ 30 ചേർന്ന പൊതുയോഗ തീരുമാനപ്രകാരം ദേവാലയം കാലാനുസൃതമായി മോടി പിടിപ്പിക്കുന്നതിനും അൾത്താര നവീകരിക്കുന്നതിനും തീരുമാനിച്ചു. സീറോ മലബാർ സഭയുടെ തനിമയും പാരമ്പര്യവും ആരാധനക്രമവും പൂർണ്ണമായും ഉൾക്കൊണ്ട് പാശ്ചാത്യ പൗരസ്ത്യ കലാവൈഭവത്തിൻ്റെ പൗരാണികതയിലും പൂർണ്ണതയിലും ശില്പകലാചാരുതയിലുമാണ് അതിമനോഹരമായി ഈ ദേവാലയം പുനർനിർമ്മിച്ചിരിക്കുന്നത്. നവീകരിച്ച ദേവാലയത്തിന്റെ കൂദാശാകർമ്മം 2024 ഓഗസ്റ്റ് 11 അഭിവന്ദ്യ പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു. മാർ ജോസഫ് കല്ലറങ്ങാട്ട്, മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ എന്നീ അഭിവന്ദ്യ പിതാക്കന്മാരാൽ നയിക്കപ്പെടുന്ന പാലാ രൂപതയുടെ ഭാഗമായ പാതുവ സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിന്റെ ആധ്യാത്മികവും ഭൗതികവുമായ പ്രവർത്തനങ്ങൾക്ക് നിലവിൽ നേതൃത്വം നൽകുന്നത് വികാരി റവറൻഡ് ഫാദർ തോമസ് ഓലായത്തിലാണ്. ജീവിത വീഥികളിൽ ദൈവീകതയുടെ പൊൻവെളിച്ചം തൂകി ആത്മീയ ഉണർവിൻ്റെയും ദൈവീക ചൈതന്യത്തിൻ്റെയും വിശ്വാസ തീക്ഷ്ണതയുടെയും ക്രൈസ്തവ സാക്ഷ്യം പകർന്നു തന്ന വിശുദ്ധ അന്തോനീസിനോടുള്ള സമർപ്പണത്തിലും ആഴമുള്ള ഭക്തിയിലുമാണ്
ഈ ദേവാലയം സ്ഥാപിതമായത്. പ്രദേശത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഈ വിശ്വാസ കേന്ദ്രം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമൊപ്പം മനുഷ്യസ്നേഹവും കൂട്ടായ്മയും ദൈവവചനത്തിൽ ആഴപ്പെട്ട ജീവിതത്തിനുള്ള പ്രചോദനവുമാണ് നാടിന് നൽകുന്നത്. വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് കൊണ്ട് അനുഗ്രഹീതമായ ഈ ദേവാലയം ഇന്ന് പ്രദേശവാസികളുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രതിരൂപമാണ്. ഈ ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാർ, ഇടവക അംഗങ്ങളായ വൈദികർ, ദൈവാലയ രൂപീകരണത്തിനായി പരിശ്രമിച്ച പൂർവികർ, കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സിസ്റ്റേഴ്സ് എന്നിവർ ഈ വിശ്വാസയാത്രയിൽ നമുക്ക് കരുത്താണ്. ദൈവാലയ രൂപീകരണത്തിന് ശേഷം ഈ പ്രദേശം സ്വീകരിച്ച പാതുവ എന്ന നാമം നാടും ദേവാലയവുമായുള്ള അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. നാനാജാതി മതസ്ഥർ അധിവസിക്കുന്ന ഈ നാടിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി, നന്മയുടെ പര്യായമായി വിശുദ്ധ അന്തോനീസിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയം പ്രശോഭിക്കുകയാണ്. ശരണർക്കഭയം നൽകും താതാ, പാതുവായിലെ അന്തോനീസേ, പാരിതിലെന്നും തുണയാകണേ. വേദപാരംഗതനും അത്ഭുത പ്രവർത്തകനുമായ പാതുവായിലെ വിശുദ്ധ അന്തോനീസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹമേ, അടിപതരാത്ത വിശ്വാസത്തിന് നാവായി മാറിയ അന്തോനീസേ, പാതുവ നാടിൻ്റെ അനുഗ്രഹതാരമേ, ചൊരിയണമേ കൃപ എന്നുമെന്നും. കിഴക്കിൻ ദീപമേ, അനശ്വര സ്നേഹമേ, അടിപതരാത്ത വിശ്വാസത്തിന് നാവായി മാറിയ അന്തോനീസേ, ആശ്രിതർക്കെന്നും ആലംബമായി അശരണർക്കഭയം നൽകും താതാ, പാതുവായിലെ അന്തോനീസേ, പാരിതിലെന്നും തുണയാകണേ. കിഴക്കിൻ ദീപമേ, അനശ്വര സ്നേഹമേ, അടിപതരാത്ത വിശ്വാസത്തിന് നാവായി മാറിയ അന്തോനീസേ, പാതുവ നാടിൻ്റെ അനുഗ്രഹതാരമേ, ചൊരിയണമേ കൃപ എന്നുമെന്നും. കിഴക്കിൻ ദീപമേ, അനശ്വര സ്നേഹമേ, അടിപതരാത്ത വിശ്വാസത്തിന് നാവായി മാറിയ അന്തോനീസേ, കിഴക്കിൻ ദീപമേ, അനശ്വര സ്നേഹമേ, അടിപതരാ